എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3 ഏത്തപ്പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നതിനുള്ള കൂട്ടാണ് ഇവിടെ റെഡിയാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 1 കപ്പിലും കുറച്ച് കുറവ് മൈദയും 1 സ്പൂൺ അരിപ്പൊടിയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ പഴംപൊരി ശരിയായിട്ട് കിട്ടില്ല. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പഴംപൊരിക്ക് തിന്നായിട്ടുള്ള കോട്ടിങ്ങേ കിട്ടുകയുള്ളൂ. വെള്ളം തീരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടി കൂടിയ കോട്ടിങ്ങും വരും. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു മീഡിയം തിക്ക് ബാറ്ററാണ് ഇവിടെ റെഡിയാക്കിയെടുക്കുന്നത്. പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. പഴംപൊരിക്ക് വേണ്ടിയിട്ട് പഴം എടുക്കുമ്പോൾ നല്ലവണ്ണം പഴുത്ത പഴം എടുക്കുന്നതാണ് ടേസ്റ്റ്. ഒരുപാട് പഴുത്തു പോയ പഴം എടുക്കരുത്. പഴുത്തു പോയ പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വല്ലാതെ എണ്ണ കുടിക്കും. പഴത്തിൻ്റെ വണ്ണം അനുസരിച്ച് 3-4 ആയിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ 3 ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇത് അധികം നീളമില്ലാത്ത പഴമാണ്. നല്ല നീളമുള്ള പഴമാണെങ്കിൽ നടുവേ ഒന്നുകൂടി ഒന്ന് മുറിച്ചു കൊടുക്കാം. പഴമെല്ലാം ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വീഡിയോ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും, ഏത്തപ്പഴം ബാറ്ററിലേക്ക് മുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായോന്നറിയാൻ ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതുപോലെ താന്ന് പെട്ടെന്ന് പൊങ്ങി വരുവാണെങ്കിൽ നമുക്ക് എണ്ണ ചൂടായെന്ന് മനസ്സിലാക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ബാറ്ററിൽ മുക്കിയ പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്ന ബാറ്ററിനെക്കാട്ടും കുറച്ചും കൂടെ തിക്കായ ബാറ്റർ ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമില്ല. പഴംപൊരിയുടെ ഒരു സൈഡ് റെഡിയാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളറാകാൻ വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് ചെയ്തെടുക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.